ജനങ്ങൾക്ക് പാലക്കാട് നഗരസഭയുടെ പുതുവത്സര സമ്മാനം. നഗരസഭ ഇനി അവധിരഹിത നഗരസഭ. ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ സേവനം വീട്ടുപടിക്കലെത്തും. ജോലിക്ക് പോകുന്ന ജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്താണ് പുതിയ സേവനം ആരംഭിച്ചിരിക്കുന്നതെന്ന് ചെയർമാൻ പി സ്മിതേഷ് പറഞ്ഞു. പുതുവർഷത്തിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് വീട്ടുപടിക്കൽ സേവനങ്ങൾ എത്തിക്കുകയാണ് പാലക്കാട് നഗരസഭ. നിലവിൽ നഗരസഭയുടെ എല്ലാ സേവനങ്ങളും കെ-സ്മാർട്ട് സോഫ്റ്റ്വെയറിലൂടെ ഓൺലൈനായാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവ അക്ഷയ സെന്ററുകൾ, സിറ്റിസൺ ലോഗിൻ, നഗരസഭ ഫ്രണ്ട് ഓഫീസ് മുഖേനയും ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇവയുടെ എല്ലാം പ്രവർത്തനം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയതിനാൽ ജോലിക്ക് പോകുന്നവർക്ക് ഈ സമയം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അതിനാലാണ് പാലക്കാട് നഗരസഭ പരിഹാരം കാണുന്നത്. ഇനി മുതൽ ഓൺലൈൻ അപേക്ഷകൾ നൽകുന്നതിനും അവയുടെ സ്റ്റാറ്റസ് അറിയുന്നതിനും നികുതി അടയ്ക്കാനുമായി നഗരസഭയുടെ ഓഫീസിന്റെ സബ് സെന്ററുകളിലൂടെ സാധിക്കും. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പ്രവർത്തന സമയമെന്ന് നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് അറിയിച്ചു. നഗരസഭയിൽ വന്ന് അപേക്ഷ കൊടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ അക്ഷയയിൽ പോയിട്ട് അപേക്ഷ കൊടുക്കണം, ശേഷം ഫയൽ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നഗരസഭയിൽ വരണം, വീണ്ടും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അക്ഷയയിൽ പോകണം. അത്തരത്തിൽ സിംഗിൾ പോയിന്റ് കിട്ടുന്ന സേവനങ്ങൾ ഇപ്പോൾ 3-4 തവണ ഓഫീസ് കയറി ഇറങ്ങേണ്ട സ്ഥിതിയാണ് ജനങ്ങൾക്കുള്ളത്. ഈ ആശയങ്ങളാണ് നമുക്ക് സബ് സെൻറ്റർ എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചത്. അത്തരത്തിൽ യാത്ര ചെയ്ത് ഒരു ദൂരത്ത് വരുന്ന ആളുകൾക്ക് സ്വന്തം വീട്ടിനടുത്ത് തന്നെ നടന്ന് എത്താവുന്ന ഒരു ഓഫീസ് സംവിധാനം സൃഷ്ടിക്കുക ഒന്നാണ് പ്രഥമ പരിഗണന. രണ്ടാമത്തെ പരിഗണന വർക്കിംഗ് ഹവേഴ്സിൽ മാത്രമല്ലാതെ ജോലിക്ക് പോകുന്ന ആൾക്ക് ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് അവിടെ നഗരസഭ ഓഫീസിൽ നിന്ന് സേവനം ലഭ്യമാക്കുക എന്നുള്ളത് കൂടെ പരിഗണനയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ 7 മണി മുതൽ 1 മണി വരെ ഇതിൻ്റെ ഓഫീസ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി അവധി ദിനങ്ങളിലും സേവനം സബ് സെന്ററുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കും. നഗരസഭയിൽ സമർപ്പിക്കാവുന്ന പൊതുപരാതികൾ, വിവിധ അപേക്ഷകൾ, ഫയൽ ഫോളോ അപ്പ് തുടങ്ങിയവയും സബ് സെന്ററിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ സബ് സെന്ററുകൾ മുഖാന്തരം ജനങ്ങൾക്ക് സർവീസ് എത്തുകയും രണ്ടാം ഘട്ടത്തിൽ ഡോർ സ്റ്റെപ്പിൽ ഈ സർവീസ് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. അതിന് പുറമെ അവധി ദിവസങ്ങൾ എങ്ങനെ പ്രയോജനകരമാക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് സൺഡേസിലും പൊതു അവധി ദിവസങ്ങളിലും നമ്മൾ ഈ ഓഫീസ് പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്.